ഇന്നലെ അഖിൽ മാരാർ ഒരു FB പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതായത് എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചും അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെക്കുറിച്ചും അതോടൊപ്പം തന്നെ BJPക്ക് അല്ലെങ്കിൽ സംഘികൾക്ക് അതുകൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങളെക്കുറിച്ചും അഖിൽ മാരാർ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു. എന്നാൽ അത് പുറത്തു വന്നതിന് ശേഷം അഖിൽ മാരാർക്കെതിരെ സുഡാപ്പികൾ ഒന്നടങ്കം അഖിൽ മാരാറിനെ സംഘിയാക്കുന്നത് അല്ലെങ്കിൽ BJPക്കാരനാക്കുന്നത് എന്ന ലേബലിലോട്ടായിരുന്നു കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇതാ അഖിൽ മാരാർ രംഗത്ത് വന്നിരിക്കുകയാണ്. വീണ്ടും ഒരു FB പോസ്റ്റോടുകൂടി ഇത്തവണ സുഡാപ്പികൾക്കിട്ടാണ് പണി കൊടുത്തിരിക്കുന്നത് അഖിൽ മാരാർ. ഞാൻ ആ FB പോസ്റ്റ് ആദ്യം ഒന്ന് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. BJPയിലേക്ക് ആളെ കയറ്റി കൊടുക്കുന്ന പണി ഈ രാജ്യത്ത് മനോഹരമായി ചെയ്തു കൊടുക്കുന്നത് സുഡാപ്പികളാണ്. അവരുടെ ഓരോ പ്രവൃത്തിയും നിഷ്പക്ഷമായി ചിന്തിച്ചിരുന്ന ദേശീയ ബോധമുള്ള വിശ്വാസിയായ ഓരോ ഹിന്ദുവിനെയും BJPയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ഈ സുഡാപ്പികളാണ് നല്ലൊരു ശതമാനം മുസ്ലിം സമൂഹത്തെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും കോൺഗ്രസിനെ രാജ്യത്ത് ഈ വിധമാക്കി നശിപ്പിച്ചതും. എമ്പുരാൻ ഇറങ്ങിയതിനു ശേഷം ഗുജറാത്ത് കലാപം ചർച്ച ആക്കുന്നത് BJPക്ക് കേരളത്തിൽ കൂടി അധികാരത്തിൽ എത്താനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കൽ ആണെന്നും ആ വിഷയത്തെ ശ്രദ്ധയോടെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്നും പറഞ്ഞു ഞാൻ എഴുതിയപ്പോൾ എന്നെ സംഘിയാക്കാനുള്ള നെട്ടോട്ടത്തിൽ ആണ് സുഡാപ്പികൾ. ആ പോസ്റ്റിൽ ഒരു വരിയിൽ പോലും മുസ്ലിങ്ങൾ തീവച്ചു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കലാപം ഉണ്ടാവാൻ കാരണം ട്രെയിനിലുണ്ടായ തീപിടുത്തം ആണ്. അത് കത്തിച്ചതായാലും ായാലും അതിൻ്റെ ഗുണം നാളിതുവരെ കിട്ടിയത് BJPക്കായതുകൊണ്ട് അത് ആവർത്തിച്ച് ഇനിയും പാടുന്നത് BJPക്ക് ക്ഷീണമല്ല മറിച്ച് നേട്ടമാണ് എന്ന് തിരിച്ചറിയുക. സവർക്കറെ കുറിച്ച് 5-6 വർഷം മുമ്പ് ഞാൻ എഴുതിയ പോസ്റ്റ് പൊക്കിക്കൊണ്ടാണ് പുതിയ വരവ്. എന്നാൽ നീയൊക്കെ കേട്ടോ, ഇന്ദിരാഗാന്ധി സ്റ്റാമ്പ് ഇറക്കി ആദരിച്ച സവർക്കറെ എനിക്ക് യാതൊരു ബഹുമാന കുറവും ഇല്ലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ മികച്ച സ്വാതന്ത്ര്യ സമര പോരാളി എന്ന നിലയിൽ ആദരവുമാണ്. നിലവിൽ സുഡാപ്പികളെ പേടിച്ച് സവർക്കറെ തള്ളിപ്പറയുന്ന കോൺഗ്രസ് നേതാക്കളുടെ നിലപാടായിരുന്നില്ല പഴയ കോൺഗ്രസ് നേതാക്കളുടെ. അതുകൊണ്ട് ഞാൻ അങ്ങ് സംഘിയാകുന്നെങ്കിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. മമ്മൂക്കിക്ക് പത്മഭൂഷൺ കൊടുക്കാത്തപ്പോൾ അംഗീകരിക്കാത്തതിനും മതം നോക്കുന്ന BJPയുടെ വർഗീയ നിലപാടിനെ തുറന്നു കാട്ടി ഞാൻ എഴുതിയപ്പോൾ സംഘികൾക്ക് ഞാൻ സുഡാപ്പിയായി. തീവ്രവാദികൾക്ക് കുടപിടിച്ചു കൊടുത്തില്ലെങ്കിൽ കൊടുക്കാത്തവരെ സംഘിയാക്കിയ കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നോ കോൺഗ്രസ് നേതാക്കൾ എന്നോ സുഡാപ്പികൾക്കില്ല. സുഡാപ്പികളുടെ ഈ വിളി കേട്ട് ഭൂരിഭാഗം കോൺഗ്രസ് നേതാക്കളും ചിന്തിക്കും, അയ്യോ മുസ്ലിങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നു പോകും, അതുകൊണ്ട് ഇവരിൽ പലരും ഈ തീവ്രവാദികൾക്ക് കുട പിടിച്ചു കൊടുക്കും. ബലമോ ബാക്കിയുള്ളവർ ഇവരിൽ നിന്നും അകന്നു പോകും. പാകിസ്ഥാനിൽ നിന്നുള്ള 15,000 കോടിയുടെ മയക്കുമരുന്ന് കേരളത്തിൻ്റെ തീരത്ത് നിന്ന് പിടികൂടി നമ്മുടെ കേരളത്തെ ഒരു തീവ്രവാദ ഹബ്ബാക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുതൽ കേരള തീവ്രവാദികൾക്ക് കുരുപൊട്ടി നടക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഞാൻ എതിർക്കുന്നത് കൊണ്ട് ഈ തീവ്രവാദികൾക്ക് പരോക്ഷമായി അവരുടെ പിന്തുണ എനിക്കെതിരെ തിരിയാൻ കിട്ടും. ഇനി ഞാൻ BJPയിൽ പോകുന്നതാണ് സുഡാപ്പിക്കും സുഡാപ്പികളുടെ ആസനം നക്കി ജീവിക്കുന്ന കോൺഗ്രസ്സുകാർക്കും ഇഷ്ടമെങ്കിൽ എനിക്ക് യാതൊരു തടസ്സവുമില്ലെന്ന് മാത്രമല്ല 40,000 വോട്ടുകൾ കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച ഏതാണ്ട് 75% ഹിന്ദുക്കളുള്ള കൊട്ടാരക്കര നിയോജക മണ്ഡലത്തിൽ ഞാൻ BJPയുടെ സ്ഥാനാർത്ഥിയായാൽ BJPക്ക് നിയമസഭയിൽ എൻ്റെ പേരിൽ ഒരു സീറ്റ് കിടക്കും. അതാണ് സുഡാപ്പികൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഞാൻ ഇന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖറെ കാണാം. അതല്ല മതേതര ബോധ്യത്തോടെ എൻ്റെ ശരികളിൽ ഉറച്ചുനിന്ന് പ്രതിപക്ഷ നിരയ്ക്ക് കരുത്തു പകർന്ന് രാഷ്ട്രീയമായി BJPയെ എതിർത്ത് ദേശീയ ബോധത്തോടെ ഭാരത സംസ്കാരത്തെ ഹൃദയത്തോട് ചേർത്ത് രാജ്യവിരുദ്ധരെ എതിർത്ത് ഞാനായി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അതും പറയാം. ദാരിദ്ര്യവും ജാതീയ വിവേചനവും സമൂഹത്തിൽ ഇല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താണ് പ്രസക്തി? അപ്പോൾ നിലനിൽപ്പിനു വേണ്ടി ദാരിദ്ര്യവും ജാതീയ വിവേചനവും അവർ സൃഷ്ടിക്കും. രാജ്യവിരുദ്ധർ ഇല്ലെങ്കിൽ രാജ്യസ്നേഹികൾക്ക് എന്താണ് പ്രസക്തി? അതുകൊണ്ട് രാജ്യവിരുദ്ധരെ BJP സൃഷ്ടിക്കും. അവർക്ക് വേണ്ട ഫണ്ടും നൽകും. ലോകരാജ്യങ്ങൾ തമ്മിൽ സമാധാനമായി കഴിഞ്ഞാൽ ആയുധ കച്ചവടക്കാർ എന്തു ചെയ്യും? അതുകൊണ്ട് രാജ്യങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് അവരുടെ ആവശ്യമാണ്. എന്നെപ്പോലെ ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കുന്നത് തീവ്രവാദികളുടെ ആവശ്യമാണ്. ബിഗ് ബോസ് ജയിച്ച് ഇറങ്ങിയ ആദ്യ മാസത്തിനുള്ളിൽ എന്നെക്കുറിച്ച് മീഡിയ മുക്കാലൻ ചെയ്ത അടുപ്പുകൂട്ടി ചർച്ച ഇതിന് ആദ്യ തെളിവാണ്. എന്നെ
ഉന്നയിക്കുന്ന വലിയൊരു വിഭാഗം മുസ്ലിം സമൂഹം ഞാൻ പറയുന്നത് വിശ്വസിക്കരുത്, വിശ്വസിച്ചാൽ തീവ്രവാദികളുടെ പ്ലാൻ പൊളിയും, സമൂഹത്തെ തകർക്കുക, രാജ്യത്തെ തകർക്കുക, അതിന് തടസ്സം നിൽക്കുന്നവരെ ഇല്ലാതാക്കുക. അതിനുശേഷം കുറേയധികം പോസ്റ്റുകൾ ഇട്ടുകൊണ്ട് അഖിൽ പറഞ്ഞ കാര്യമാണ്. ഇതുപോലെ എത്രയോ തവണ BJPയുടെ നിലപാടുകളെ ഞാൻ എതിർത്തിട്ടുണ്ട്, അതൊന്നും നീയൊന്നും കാണില്ല, ഇതും നിന്നെയൊന്നും കാണിക്കാൻ അല്ല, നിന്നെപ്പോലെയുള്ള തീവ്രവാദികൾ കാരണം സംശയിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരുന്ന വലിയൊരു മതവിഭാഗത്തിന് വരുന്ന തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ മാത്രമെന്നും അഖിൽ കൂട്ടിച്ചേർത്തിരുന്നു. ഇതായിരുന്നു അഖിലിൻ്റെ ഒരു FB പോസ്റ്റ് എന്ന് പറയുന്നത്. അഖിൽ മാരാർ പറഞ്ഞു വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത് സുഡാപ്പികൾ തന്നെയാണ് എല്ലാത്തിനും കാരണമെന്നും അതോടൊപ്പം തന്നെയും ടാർഗറ്റ് ചെയ്യുന്നു എന്നും ഇനിയിപ്പോൾ BJPയിലേക്ക് പോകുന്നതാണ് സുഡാപ്പിക്കും സുഡാപ്പികളുടെ ആസനം നക്കി ജീവിക്കുന്ന കോൺഗ്രസ്സുകാർക്കും ഇഷ്ടമെങ്കിൽ അഖിൽ മാരാർക്ക് യാതൊരുവിധ തടസ്സവും ഇല്ലെന്നു മാത്രമല്ല BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വേണമെങ്കിലും നിൽക്കും, അതോടൊപ്പം തന്നെ രാജീവ് ചന്ദ്രശേഖരനെ വരെ പോയി കാണുമെന്നും അതിലൊരു മടിയുമില്ല എന്നാണ് അഖിൽ മാരാർ ഇവിടെ വ്യക്തമാക്കിയ കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു പോസ്റ്റ് സുഡാപ്പികൾക്കിട്ടുള്ള ഒരു വലിയ കൊട്ട് തന്നെയാണ് അഖിൽ മാരാർ കൊടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം അഖിൽ മാരാറിന്റെ അഭിപ്രായം പറഞ്ഞു, പക്ഷെ അത് ചിലർക്കൊക്കെ നല്ല രീതിയിൽ കൊണ്ടു അല്ലെങ്കിൽ പൊള്ളി. അതുകൊണ്ട് തന്നെ അഖിൽ മാരാരെ വളഞ്ഞിട്ട് ആക്രമിക്കാനായിട്ട് നോക്കുന്നു, പക്ഷെ അതിലൊന്നും തന്നെ താൻ വീഴില്ല എന്നും ഇനി സംഘിയാക്കിയേ അടങ്ങത്തുള്ളൂ എങ്കിൽ ഞാൻ സംഘിയാകുമെന്നും BJPയിൽ ചേരുമെന്നും BJP സ്ഥാനാർത്ഥിയായിട്ട് വരെ മത്സരിക്കുമെന്ന് തന്നെയാണ് അഖിൽ വെല്ലുവിളിയോടെ പറഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്.